ാണ് സംഭവിച്ചിട്ടുള്ളത് എന്നിടയ്ക്കിടയ്ക്ക് ഞാൻ ഓർക്കും. അഭിനയത്തോടോ അല്ലെങ്കിൽ സിനിമയോടോ ഒന്നും ഒട്ടും ഭ്രമമില്ലാത്തൊരു പെൺകുട്ടി. സത്യൻ എന്ന നടൻ്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ചെറുപ്പത്തിൽ. എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞറിയുകയുള്ളൂ. അച്ഛൻ്റെ സൗഹൃദ സദസ്സിലൊക്കെ തന്നെ ഈ മഹാനടനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായിരുന്നു. അച്ഛൻ അദ്ദേഹമായിട്ട് അത്യാവശ്യം അടുപ്പവും പരിചയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കൊരു എന്താ പറയുക 8-9 വയസ്സായിരുന്നു. ഞങ്ങൾ ചെന്നൈ പോയതാണ്. അവിടെ പോയിട്ടാണ് TV കാണുന്നത് ആദ്യമായിട്ട്. പിന്നെ ഇടയ്ക്കൊക്കെ കാണാൻ പറ്റുന്ന മലയാളത്തിലെ പഴയ സിനിമകൾ കാണാൻ പറ്റുമ്പോൾ ഓരോ സിനിമകളെ കുറിച്ചും എൻ്റെ അമ്മ, അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അമ്മ ഇത് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അറിവാണ്. ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് അത്യാവശ്യം ക്യാരക്ടർ അറിഞ്ഞ് അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ ആ ഒരു സമയത്തൊക്കെയാണ് പഴയ ആർട്ടിസ്റ്റുകളോടും ഒക്കെ അവരുടെ അഭിനയ ശൈലിയെക്കുറിച്ചൊക്കെ നമ്മൾ തിരിച്ചറിയാനും ശ്രദ്ധിക്കാനും തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരുപാട് ആർട്ടിസ്റ്റ് SP പിള്ള, അങ്ങനെ എന്താ പറയുക, ഒരുപാട് പേര് പറഞ്ഞാൽ ഒരുപാട് പേരെ പറയേണ്ടി വരും. കൊട്ടാരക്കര ശ്രീധരമാമൻ, ശങ്കരാടി അമ്മാവൻ ഉൾപ്പെടെ ഒരുപാട് ക്യാരക്ടേഴ്സുകൾ വളരെ ലളിതമായിട്ട് അഭിനയിച്ചിരുന്ന സമയമായിരുന്നു. അവരൊന്നും നാടകത്തിൽ നിന്ന് വന്നവരായതുകൊണ്ട് നാടകം ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷെ നായകനും നായികയ്ക്കും ഈ നാടകീയ നിർബന്ധമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നായിക കരയുന്നതും നായികയുടെ മേക്കപ്പും നായകൻ പറയുമ്പോൾ ചില പ്രത്യേക ബുദ്ധിയൊക്കെ വെട്ടിയിരിക്കുന്നു, ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അവരുടെ ഡയലോഗ് സംഘർഷം കാര്യങ്ങളൊക്കെ ഇമോഷണൽ ഫീലിലൊക്കെ കുറച്ച് നാടകീയമായ ഡയലോഗുകളൊക്കെ പറയണം. അവിടെയാണ് സത്യമാഷിൻ്റെ ഒരു പ്രത്യേകത. എത്ര നാടകീയമായ സംഭാഷണങ്ങളും സത്യമാഷ് പറയുന്നത് കാഷ്വലാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാനത് കണ്ടത് എൻ്റെ മമ്മൂക്കയിലാണ്. ഏത് സ്ലാങ് ആയിക്കോട്ടെ, ഏത് ഭയങ്കര എന്താ പറഞ്ഞാൽ ഭയങ്കര നാടകമായിപ്പോൾ നമ്മളത് പറഞ്ഞാൽ ശരിയാവത്തില്ല, കുറേ അച്ചടി ഭാഷ പോലെയൊക്കെ ആയിപ്പോയി എന്നൊക്കെ വിചാരിക്കുന്നത് പോലും സത്യമാഷ് പറയുമ്പോൾ വളരെ കാഷ്വൽ ആവുകയും